നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയിലേക്ക് കിടക്കാം. ഈ കഥ എൻ്റെ ഉമ്മയുടെയും കൊച്ചാപ്പയുടെയും കഥയാണ്. ഉമ്മയുടെ പേര് റസിയ. ഉമ്മ ഒരു ബോൾഡായ സ്ത്രീയാണ്. ഉമ്മയ്ക്ക് ഇപ്പൊ 38 വയസ്സുണ്ട്. ഉപ്പ ഇല്ല, മരിച്ചിട്ട് 10 വർഷമായി. വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമാണുള്ളത്. പ്രണയവിവാഹമായിരുന്നു ഉമ്മയുടേത്. ആകെ ഉണ്ടായിരുന്നത് അയൽവാസിയായ കൊച്ചാപ്പ മാത്രം. കൊച്ചാപ്പ ആയിരുന്നു വീട്ടിലെ എല്ലാ കാര്യവും നോക്കിയിരുന്നത്. കൊച്ചാപ്പായുടെ വീട്ടിൽ മാനസിക രോഗിയായ കൊച്ചുമ്മയും അവരുടെ ഉമ്മയുമാണുള്ളത്. കൊച്ചാപ്പ കൂടുതലും ഞങ്ങളുടെ വീട്ടിലാണ് ഉണ്ടാവാറുള്ളത്. കൊച്ചാപ്പ തൊട്ടടുത്ത ടൗണിൽ റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ട്. ഉമ്മയും കൊച്ചാപ്പയും ആണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർ എപ്പോഴും നല്ല കൂട്ടുകാരെ പോലാണ്. ഒരുമിച്ച് ബൈക്കിൽ പോകും, തിരിച്ചു വരും. ആദ്യമൊന്നും എനിക്ക് അവരെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചപ്പ ദിവസവും വീട്ടിൽ TV കാണാൻ വരും. ജോലി കഴിഞ്ഞ് 9 മണിക്കാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിലെ കണക്ക് നോക്കാൻ എന്ന് പറഞ്ഞ് രണ്ടുപേരും TV ഓൺ ചെയ്ത് ഹാളിൽ സോഫയിലിരിക്കും. കൊച്ചപ്പ വരുന്നതിന് മുൻപ് ഉമ്മ എനിക്ക് ചോറ് തന്ന് റൂമിൽ പോയി പഠിക്കാൻ ഇരിക്കാൻ പറയും. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഉമ്മ വന്ന് കിടന്നോളാനും പറയും. അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാളോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു, അവർ നിന്നെ റൂമിൽ കയറ്റി അവർ സെക്സ് ചെയ്യുകയായിരിക്കും എന്ന്. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്റെ സംശയം തെറ്റിയില്ല. അവർ തമ്മിൽ മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു. ഉമ്മ വീട്ടിൽ നൈറ്റ് ഡ്രസ്സാണ് ഇടാറുള്ളത്. കൊച്ചാപ്പ വന്നപ്പോ എന്നോട് റൂമിൽ പോകാൻ പറഞ്ഞു. ഞാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റെയർകേസിന്റെ അറ്റത്ത് നിന്ന് ഞാൻ ഒളിഞ്ഞൊന്ന് നോക്കി. അപ്പോഴാണ് ഇളയപ്പ ഉമ്മയുടെ തോളിൽ കൈയിട്ടിരിക്കുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ വേഗം റൂമിലേക്ക് പോയി. പിന്നെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്റെ ചിന്ത ഉമ്മയെക്കുറിച്ചായിരുന്നു. ഉമ്മയ്ക്ക് ഉണ്ടാവില്ലേ, വികാരം പിടിച്ചു നിർത്തുന്നതിനും ഇല്ലേ ഒരു പരിധി? ഉപ്പ മരിക്കുമ്പോൾ ഇത്രയും തടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 7 വർഷമായിട്ടാണ് തടി വെച്ചത്. ഇപ്പോ ഉമ്മ വളരെ മോഡേണുമാണ്. ഷോപ്പിൽ പോകുമ്പോൾ ലെഗിൻസ്, ചുരിദാറും ടോപ്പും ഒക്കെയാണ് ഇടുന്നത്. ആദ്യം പർദ്ദ ഇടാതെ പുറത്തു പോകാത്ത ആയിരുന്നു ഉമ്മ. ഇപ്പൊ കുറെ മാറിപ്പോയി. അങ്ങനെ പലതും ചിന്തിച്ച് ഞാൻ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഉമ്മ ജോലിക്ക് പോകാൻ റെഡിയായി. ഇന്ന് ചുവന്ന സാരിയാണ് ഉടുത്തത്. കുറച്ചു കഴിഞ്ഞ് കൊച്ചാപ്പ വന്ന് ഉമ്മയും കയറ്റിപ്പോയി. അന്ന് 6 മണിക്കാണ് ഉമ്മ വന്നത്. വന്നപ്പോൾ തന്നെ ഉമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ശരീരം ഒക്കെ നല്ലപോലെ വിയർത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ പോയി വേഗം കുളിച്ചു വന്നു. കുറച്ചു നേരം ഉറങ്ങി. 8 മണിക്ക് ഉമ്മ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി എന്നെ വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഉമ്മ പുതിയ മോഡലിലുള്ള നൈറ്റ് ഡ്രസ് ഇട്ടാണ് നിൽക്കുന്നത്. ഉമ്മ എന്നോട് പറഞ്ഞു, വേഗം ഫുഡ് കഴിച്ച് കിടന്നോളാൻ. അപ്പോൾ എനിക്കൊരു സംശയം. എന്നോട് പഠിച്ചിട്ട് കിടന്നോളാൻ പറയുന്ന ആൾ വേഗം ഉറങ്ങാൻ പറയുന്നു. എന്തായാലും ഇന്നലെ കണ്ടതിന്റെ ബാക്കിയായിരിക്കും ഇന്ന്. എനിക്ക് ആകെ ദേഷ്യമായി. റൂമിൽ പോയപ്പോൾ പതിവില്ലാതെ ഡോർ മുകളിൽ 3 ചാവി ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അതിൽ നിന്ന് ഒരു ചാവി ഊരി എടുത്തു വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മെയിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി കൊച്ചാപ്പ വന്നു എന്ന്. ഞാൻ അപ്പോൾ തന്നെ കണ്ണുപൂട്ടി ഉറങ്ങിയ പോലെ കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഉമ്മ വന്ന് എന്നെ വിളിച്ചു നോക്കി. ഞാൻ ഒന്നും മിണ്ടാതെ കിടന്നു. പിന്നെ ഉമ്മ ഡോർ മേലെ ശബ്ദം ഉണ്ടാക്കാതെ ലോക്ക് ചെയ്തു പോയി. ഉമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ എഴുന്നേറ്റു. വാതിലിൽ ചെവി വെച്ചു. ഉമ്മയും ഇളയപ്പയും എന്തൊക്കെയോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. പിന്നെ TV സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു മകനായ ഞാൻ എന്തു ചെയ്യാൻ? ഞാൻ വീണ്ടും ഓർത്തു, അവരും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അവർക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളും. ഞാൻ ബെഡിൽ തിരിഞ്ഞു കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഉമ്മ വന്ന് നോക്കി. ഞാൻ ഉറങ്ങിയതുപോലെ തന്നെ കിടന്നു. മെയിൻ ഡോർ തുറന്നടയ്ക്കുന്ന സൗണ്ട് കേട്ടു. പിറ്റേന്ന് രാവിലെ ഉമ്മ വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. ഉമ്മയെ നോക്കിയപ്പോൾ ഒരു ക്ഷീണവുമില്ല. അങ്ങനെ ഉമ്മ ജോലിക്ക് പോവാൻ റെഡിയായി. ഇന്നലെ കണ്ട മുഖമേ അല്ലായിരുന്നു ഉമ്മയുടേത്. കുറച്ചു കഴിഞ്ഞു കൊച്ചാപ്പ ബൈക്കുമായി വന്നു. ഉമ്മ ചിരിച്ചുകൊണ്ട് ബൈക്കിന്റെ പുറകിൽ കയറി യാത്രയായി. ഉള്ളിലെ വിഷമങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ ആ പോക്ക് നോക്കി നിന്നു.